കെട്ടിയോന്റെ ഫോണാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ശത്രു ഈ ലോകത്തിൽ. അതൊന്ന് വീണ് പൊട്ടിപ്പോണേന്ന് ഞാൻ കുറേ വട്ടം ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല, ഒരു മൊബൈൽ അങ്ങ് കേടായിപ്പോയി. അപ്പോൾ ഉടനെ പോയി അടുത്ത ഫോൺ മേടിച്ചു. ഞാൻ വിചാരിച്ചു കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് പതുക്കെ ആയിരിക്കും മേടിക്കുള്ളൂ എന്ന്. അടുത്ത ആഴ്ച തന്നെ പോയി ഫോൺ മേടിച്ചു, ഒരു ക്രെഡിറ്റ് കാർഡ് ഇട്ട് വരച്ച്. ചോദിച്ചപ്പോൾ പറയാ ഫോണില്ലാണ്ട് ഇന്നത്തെ കാലത്ത് എങ്ങനെയാ ജീവിക്കാന്ന്. ആകെ കൂടെ കുറച്ച് ടൈം കിട്ടുമ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അടുക്കള കയറി എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് സംസാരിച്ചൊക്കെ നിൽക്കുന്നതല്ലേ അതിൻ്റെ ഒരു സന്തോഷം. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കുമ്പോഴേ ആളുടെ സ്വഭാവം നമുക്ക് അളക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഈ കാര്യത്തിലാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ലായിരുന്നു ശ്രാവൺ ഇത്രയും വലിയ ഫോണിനുള്ള അഡിക്റ്റ് ആണെന്നുള്ള കാര്യം. എനിക്ക് കൂടെ ജീവിച്ചു തുടങ്ങിയപ്പോൾ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ ഈ മൊബൈലാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. സത്യത്തിൽ ഈ രണ്ടുപേരും കൂടെ ജീവിക്കുമ്പോൾ നല്ല രസമാണ്. ഒരുമിച്ച് സംസാരിച്ച് കുക്ക് ചെയ്ത് ഒരുമിച്ച് കഴിച്ച് ട്രാവൽ ചെയ്ത് അങ്ങനെയൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും രണ്ടും 2 ഡയറക്ഷനിലാണെന്ന് മാത്രം. ഞാൻ പല ട്രിക്കുകൾ പ്രയോഗിച്ച് നോക്കി, ഒന്നും ഏറ്റിട്ടില്ല. ഇയാൾക്ക് അങ്ങ് റീലിന് അഡിക്ഷൻ ആയതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് റീൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പം എൻ്റെ വീഡിയോസ് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് കാണുമ്പോൾ എനിക്കും സന്തോഷം, അയാൾക്കും സന്തോഷം.